എൻ്റെ പേര് ഗീത. ഞാൻ അമ്പൂരിയിൽ നിന്നും വരികയാണ്. ഞാൻ 2024 ജൂലൈ മാസം 22-ാം തീയതി ഞാനിവിടെ ഉടമ്പടി എടുത്തു ആദ്യമായി. അത് കഴിഞ്ഞ് അതിന് മുമ്പായിട്ട് ഞാൻ അച്ഛൻ്റെ ടോക്ക് കേൾക്കായിരുന്നു. അമ്മയെ പരിചയപ്പെട്ടതും ടോക്ക് കേട്ടതും പിന്നെ എനിക്ക് അസുഖത്തിൻ്റെ കാര്യം ഞാൻ മനസ്സിലാക്കിയതും എന്നെ സഹായിച്ചതും എൻ്റെ തിരുകുമാരനും പിന്നെ മാതാവിനും ഞാൻ നന്ദി പറയുന്നു. അതിനോടൊപ്പം BP ജോസഫ് അച്ഛൻ ഈ കാരണം പറഞ്ഞു തന്നതിലാണ് ഞാനിന്ന് ജീവനോടെ ഉള്ളത്. എൻ്റെ വയറാണെങ്കിൽ വീർത്ത് കെട്ടി വലിയൊരു നീരും പിടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ഞാൻ ആശുപത്രിയിൽ പോയിട്ടില്ല, എന്നെ കൊണ്ടുപോകാനും ആരും ഇല്ലായിരുന്നു. അന്നേരം ഈ ടോക്കിൽ കൂടെ ഞാൻ കേൾക്കായിരുന്നു. ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, ആ സ്ത്രീ ഇവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന് അച്ഛൻ BP ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി. അത് കേട്ടിട്ട് എൻ്റെ വയറ്റിനകത്തുണ്ടായ സംഭവം എനിക്ക് അറിയിച്ച് തന്നതാണ്. അത് കാരണം ഞാൻ ആശുപത്രിയിൽ പോയി നോക്കണം എന്ന് ഓർത്ത് ആശുപത്രിയിൽ പോയപ്പോഴത്തേനും അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തന്നത് കാരണമാണ് ഞാൻ ആശുപത്രിയിൽ പോയതിന് ശേഷം സ്കാൻ എടുക്കാൻ പറഞ്ഞു. സ്കാൻ എടുത്തപ്പോൾ 2 സൈഡും എനിക്ക് വെള്ളം കെട്ടിക്കിടന്ന് 5-5.5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള മുഴ പോലെ ഉള്ള വെള്ളക്കെട്ടായിരുന്നു. അതിപ്പോൾ എനിക്ക് 6 മാസം മരുന്ന് കഴിച്ചപ്പോഴത്തേക്ക് സുഖമായി. അമ്മ മാതാവിൻ്റെ ഉപ്പും എപ്പോഴും നാക്കിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. പിന്നെ ഞാൻ വയറുവേദന വരുമ്പം തേന് കുടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ പല പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ ഔഷധ സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് എനിക്ക് നല്ല സുഖമായി. അതിലുപരിയായിട്ട് എൻ്റെ മരുമകൾ ഗർഭിണിയായിരുന്നു. അവൾക്ക് ഗർഭിണിയാണെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ബ്ലീഡിങ് ആയപ്പോൾ അത് പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത് ക്യാൻസർ രോഗമായിരുന്നെന്ന്. 2nd സ്റ്റേജ് ആയിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവൾക്ക് സുഖം കിട്ടി. അവൾ ഇന്ന് 10 ഹീമോ കഴിഞ്ഞ് നല്ല വിധത്തിൽ കഷ്ടങ്ങളെല്ലാം അനുഭവിച്ചിട്ട് ഇന്ന് ഗർഭിണിയായി 4 മാസമായി. അമ്മയും തിരുകുമാരനും നല്ലൊരു സൽസന്താനത്തിനെ എൻ്റെ കുടുംബത്തിലോട്ട് തരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ഞാൻ ഉടമ്പടി എടുത്ത 6-ാം ദിവസം ഒരു വലിയൊരു ഹൈറ്റുള്ള തെങ്ങിന് ഒരു വലിയ തേങ്ങ, ഞാൻ ഇങ്ങനെ വിറക് കുനിഞ്ഞെടുത്തപ്പോഴത്തേനും എൻ്റെ നടുവിനൊരു തേങ്ങ വന്നു വീണ് തെറിച്ച് റോഡിലോട്ട് പോയി. എന്നാൽ എനിക്ക് തോന്നിയത് അതൊരു വിറക് കഷ്ണം വന്ന് വീണതുപോലെയാണ് തോന്നിയത്. ഞാൻ ഓടിച്ചെന്ന് അമ്മേരെ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി പുരട്ടുകയുണ്ടായി. അന്ന് വൈകിട്ട് തന്നെ എൻ്റെ വേദനയെല്ലാം മാറി. അവിടെ ഒരു പാടോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയും അമ്മയും തിരുകുമാരനും എന്നെ സഹായിച്ചു. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇതേപോലെ ഉണ്ടായി. ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിലെ കുട്ടിയായിരുന്നു. എനിക്ക് എണീക്കാൻ രാവിലെ മടിയാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കണം. ഇവിടെ വന്ന് ആദ്യം ഉടമ്പടിയിൽ വെച്ചത് അമ്മേ എനിക്ക് പ്രാർത്ഥിക്കാൻ കൃപ തരണേ എന്നുള്ള കാര്യമായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കാൻ 1-2 ദിവസം ഞാൻ മടി കാണിച്ചപ്പോൾ എന്നെ 4:45 മണി കൃത്യസമയത്തിന് പതിഞ്ഞ സ്വരത്തിലൊരമ്മ വന്ന് വിളിക്കുമായിരുന്നു. ജനലിൻ്റെ അടുത്ത് വന്ന് വീട്ടിൻ്റെ മറസൈഡിൽ നിന്നിട്ടാണ് വിളിക്കൽ. ഗീതേ ഗീതേ എന്നുള്ള വിളി 3 ദിവസം ഞാൻ കേട്ടു. അപ്പം ഞാൻ ഓടിച്ചെന്ന് അമ്മയെ നോക്കുമായിരുന്നു. ഇതാരാണ്, ഈ അമ്മയുടെ സ്വരം അല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അമ്മയെ ചെന്ന് നോക്കുമ്പോൾ അമ്മ ഭയങ്കര ഉറക്കമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൃപാസന മാതാവാണ് ഈ വന്നിട്ടുള്ളത് എന്നെ വിളിച്ചതെന്നും. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ പ്രാർത്ഥന ചൊല്ലുകയും എനിക്ക് മടി കൂടാതെ എണീക്കുകയും ഈ ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടെയും വൈകുന്നേരത്ത് ഞാൻ ജപമാല ചൊല്ലുകയും കൃത്യമായിട്ടും ചെയ്ത് എനിക്ക് പല കാര്യങ്ങളും എൻ്റെ ഈശോയും മാതാവും എനിക്ക് ഒരുക്കി തന്ന അനുഭവങ്ങളെപ്പറ്റി എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. പിന്നെ ഇനി ഒരു സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. കാരുണ്യ പ്രവർത്തികൾ ചെയ്തത് പാറശാല ആശുപത്രിയിൽ 2 പ്രാവശ്യം ഞാൻ ഒരു ദിവസം 25 ആൾക്കാരേക്ക് ചോറ് പൊതി കെട്ടുകയും അവർക്ക് കൊടുത്തിട്ട്
അന്ന് തികയില്ലായിരുന്നു. അടുത്ത് വീണ്ടും ഞാൻ കുറച്ച് പിറ്റേ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും കൊണ്ടുപോയി. അപ്പോൾ ഒരാൾ ഇങ്ങനെ ചോറ് വാങ്ങിച്ചിട്ട് പറയുകയാണ്, എനിക്ക് ബ്ലഡ് അടയ്ക്കാൻ പൈസ ഇല്ല കൊച്ചേ, എനിക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന്. ഞാൻ അവർക്ക് ബ്ലഡ് അടയ്ക്കാൻ വേണ്ടി പൈസ കൊടുത്തു. അതേപോലെ പിന്നെയും ഒരു ദിവസം പോയപ്പോൾ ചോറില്ലാതെ പ്രസവിച്ചിട്ട് കഷ്ടപ്പെട്ട് ചോറ് കഴിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ ഇരുന്ന് വിശന്നപ്പോൾ അവരുടെ കുടുംബക്കാർക്ക് മൊത്തം എല്ലാവർക്കും ചോറ് വാങ്ങാൻ ഞാൻ പൈസ കൊടുത്ത് സഹായിക്കുകയും, പിന്നെ ഏത് രോഗികളെ കണ്ടാലും ഏത് വയസ്സായ അച്ഛനെയും അമ്മയും കണ്ടാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കുകയും സഹായിക്കുകയും എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യും. പിന്നെ 4 വർഷമായിട്ട് ഞാനൊരു അമ്മയെ നോക്കുകയാണ്. അമ്മയുടെ കാലിൽ വീണിട്ട് കമ്പിയിട്ട് നടക്കാൻ പറ്റാത്ത വിധമാണ്. അന്നേരം അമ്മയ്ക്ക് സഹായിയായിട്ട് അവരെ മൂത്രം എടുക്കുകയും പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയും എല്ലാവിധ സഹായവും ഞാൻ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പിന്നെ അവരുടെ സഹായിയായി നിൽക്കുകയാണ്. അങ്ങനെ എനിക്ക് അവരുടെ കുടുംബക്കാരും അവരും എല്ലാം എനിക്ക് വലിയ സന്തോഷം തന്നു. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആത്മീയമായിട്ട് സ്നേഹത്തോട് പെരുമാറാനും ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു. എനിക്ക് സഹതാപമാണ് ഇപ്പോൾ ആൾക്കാരോട്. ഞാൻ സ്നേഹമായി പെരുമാറുകയും ഞാൻ സന്തോഷവതിയായിരിക്കുകയും എല്ലാ കാര്യത്തിലും ഞാനിപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ അപേക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ. ഏത് ലോകത്തുള്ള മനുഷ്യരായാലും എവിടെയുള്ള മനുഷ്യരായാലും നമ്മുടെ തിരുക്കുമാരനെയും നമ്മുടെ അമ്മ മാതാവിനെയും അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു മനുഷ്യനെയും അമ്മ മാതാവും തിരുക്കുമാരനും വെറുതെ വിടുകയില്ല. എൻ്റെ ഉറച്ച വിശ്വാസമാണ്, സത്യമാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഇത് മാത്രമല്ല ഇനിയും ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. സമയക്കുറവാണ്. അപ്പോൾ ഈ വന്നുകൂടിയ എല്ലാ മനുഷ്യർക്കും നന്മയ്ക്ക് വേണ്ടിയും അസുഖത്തിന് വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ക്യാൻസർ സെൻറ്ററിലും എല്ലാ ആശുപത്രികൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ കുടുംബക്കാരയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനുപരിയായിട്ട് എനിക്ക് സന്തോഷവും സമാധാനവും തന്ന ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു. എനിക്ക് സന്തോഷമാണ്, ഞാൻ ഹാപ്പിയാണ്. കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ സന്തോഷിക്കുന്നു. നെഗേബിലെ ജലപ്രവാഹങ്ങളെ എന്നപോലെ കർത്താവ് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ. സങ്കീർത്തനം 126 3-4 നമ്മൾ കേട്ടത്. ഗീത എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നിയോഗം വെച്ചപ്പോൾ പ്രാർത്ഥിച്ച ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന്. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഗീത അത് പ്രത്യേകമായിട്ട് നിയോഗത്തിലാണ് സമർപ്പിച്ചത്, പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന്. ആ കൃപയുടെ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. വയറ്റിലെ മുഴ അച്ഛൻ്റെ ഒരു ടോക്കിൽ കേട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, ഒരു സ്ത്രീ ഇവിടെ വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ആ സ്ത്രീ അമ്മയെ വിളിച്ച് നിലവിളിക്കുകയാണ്. ആ സ്ത്രീ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞു. പേടിക്കേണ്ട, ക്യാൻസർ അല്ല, അത് വെള്ളം കെട്ടിക്കിടക്കുകയാണെന്ന്. ഈ സഹോദരി, ഗീത എന്ന സഹോദരി, വീട്ടിലാരുമില്ല സഹായിക്കാൻ, ക്യാൻസറാണെന്ന് പേടിച്ച് മിണ്ടാതെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അച്ഛൻ്റെ ഈ ടോക്ക് കേട്ടപ്പോഴാണ് ഒരാശ്വാസമായത്. ഉടനെ പോയി ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ചു. അതിനോടൊപ്പം എന്നോട് പറഞ്ഞത് തൈലവും ഉപ്പിട്ട വെള്ളവുമാണ് കുടിച്ചത്. രോഗസുഖമായി. ആ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് തന്നെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. പിന്നെയുള്ള ഉടമ്പടി ജീവിതമായിരുന്നു. പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന് പറഞ്ഞ പ്രാർത്ഥിച്ച ഗീത പിന്നെ പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. ഉടമ്പടി എടുത്ത ഓരോ വ്യക്തികൾക്കും ഉള്ളൊരു ഭാഗ്യമാണ് ഈശോയുടെ സംരക്ഷണവും മാതാവിൻ്റെ സാന്നിധ്യവും. വലിയൊരു തെങ്ങിൽ നിന്ന് തേങ്ങ വീണപ്പോഴും നമുക്കറിയാം, ഒരു ചെറിയ കമ്പ് വീണാൽ പോലും എന്തൊരു വേദനയായിരിക്കാം. പക്ഷെ ഒരു തേങ്ങ വീണതിന് ശേഷം ഒരു ചെറിയ കൊള്ളി വീണ പോലെയാണ് അവർക്ക് ഗീതയ്ക്ക് തോന്നിയത്. ഉടമ്പടി മക്കളുടെ ഒരു വലിയൊരു ഈശോയുടെ അമ്മയുടെ ഒരു സംരക്ഷണമാണ് നമ്മൾ കാണുന്നത്. പ്രാർത്ഥനയുടെ ജീവിതവും രോഗശാന്തിയും പിന്നെ ഗീത ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ. അടുത്തുള്ള ആരുമില്ലാത്ത ഒരു അമ്മച്ചിയെ നോക്കുന്ന ഒരു കാര്യം, വിശ്വാസത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയോടെ
ഈ സഹോദരി ആ അമ്മച്ചിയെ നോക്കുന്നു, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. ആത്മീയമായിട്ട് പല രീതിയിലും ഒരു ആത്മീയ ഉണർവാണ് കിട്ടിയിരിക്കുന്നത്. സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറാനും സന്തോഷത്തോടെ സമാധാനത്തോടെയുമുള്ള ഒരു ജീവിതമാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഈ മകൾക്ക് കൊടുത്തത്. അമ്മയുടെ വിളി ശ്രദ്ധിക്കാനും ഉടമ്പടി മക്കൾക്കുള്ളൊരു പ്രത്യേക കഴിവാണ്, ഒരു പ്രത്യേക ദൈവത്തിൻ്റെ ഒരു ദാനമാണ് സുഗന്ധാഭിഷേകം. പല റെയിൻബോ മീൻസ് മഴവില്ല്, അമ്മയുടെ ശബ്ദം. പ്രാർത്ഥിക്കാൻ മടിയുണ്ടായിരുന്ന മകൾ പ്രാർത്ഥനയിൽ വെച്ച നിയോഗമാണ് പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന്. വെളുപ്പിനെ എഴുന്നേക്കുന്ന അത് ഹാബിറ്റ് അല്ലായിരുന്നു, എങ്കിലും അമ്മയുടെ ആ വിളി കേട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ കാര്യങ്ങളിലും നല്ലൊരു ശ്രദ്ധാലുവാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന ഗീത എന്ന പേര് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത്. ഈ മകൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ കൂടെ ഈശോ ചൊരിഞ്ഞു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ജോസഫ് അച്ഛൻ്റെ ടോക്കിൽ കൂടെ അമ്മയുടെ ഈശോയുടെ ഒരു കരുതലാണ് ഈ മകളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടെയുണ്ട്. ഓരോ നിമിഷവും ഓരോ സമയവും ഈ മകളെ കാത്തു പരിപാലിക്കുന്ന ദേവകുമാരൻ്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യം മുൻപോട്ടും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകൾക്കും കൃപകൾക്കും ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയാം. ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.